ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ കടലക്കറി റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല രുചിയുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 2 ഗ്ലാസ് കടല ഇന്നലെ രാത്രി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ കഴുകി വൃത്തിയാക്കിയ ശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 8 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4 സവാള നീളത്തിൽ അരിഞ്ഞത്. ആദ്യം സവാള, ഇഞ്ചി, പച്ചമുളക്, 1½ ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് എല്ലാം ചേർത്ത് കുഴച്ച ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കുഴച്ച് യോജിപ്പിച്ചെടുക്കുക. ഇനി കുക്കറിൽ കൊള്ളാവുന്ന ഒരു പാത്രത്തിലേക്ക് യോജിപ്പിച്ച് വെച്ചതെല്ലാം ഇട്ട ശേഷം 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം ഇതിലേക്ക് ഇറക്കി കുക്കർ അടച്ച് 10 വിസിൽ വരുന്നത് വരെ വെക്കുക. 10 വിസിൽ വന്നതിന് ശേഷം കുക്കറിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞ് തുറന്നപ്പോൾ കടല ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഇളക്കി എടുക്കാം. ചൂടായി വരുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം ചെറിയുള്ളി, കറിവേപ്പില എല്ലാം ഒന്ന് ഇളക്കി ഉള്ളി വാടി വരുമ്പോൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം സവാള ഒന്ന് വെന്ത് വരാൻ വേണ്ടി 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് തീ ഒന്ന് കുറച്ച ശേഷം വേകുന്നത് വരെ മൂടി വെക്കാം. തുറന്നപ്പോൾ വെള്ളമെല്ലാം കുറഞ്ഞ് ഉള്ളിയെല്ലാം വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളം അധികം വറ്റാതെ കുഴഞ്ഞതുപോലെ ആകുമ്പോൾ എടുക്കാവുന്നതാണ്. തേങ്ങ ഒന്നും ചേർക്കാതെ ചപ്പാത്തിക്ക് പറ്റിയൊരു കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.